ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് അക്കുവിന്റെ വാക്സിനേഷന് വേണ്ടിയിട്ട് പോവുകയാണേ. ഓൾറെഡി നമ്മൾ എല്ലാ വാക്സിനും നാട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്രാവശ്യം വാക്സിൻ എടുക്കുന്ന ടൈമില് മോന് ചെറിയൊരു പനി വന്നത് കാരണം അത് നടക്കാതെ പോയി കേട്ടോ. അപ്പൊ പിന്നെ എന്തായാലും ഇവിടെയാണ്, ഇനി ഇവിടുന്ന് എപ്പോഴാ നാട്ടിൽ പോകാന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകാനും പറ്റാത്ത കാരണം ഇവിടെയുള്ള ഹെൽത്ത് സെന്ററിൽ പോയിട്ട് നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി അഞ്ചെണ്ണെല്ലാം വിളിച്ചു ചോദിച്ചു, എല്ലാം സെറ്റാക്കി. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാക്സിനേഷൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. കാരണം കുഞ്ഞു കുട്ടികളിൽ വളർന്നു വരുന്ന സമയത്ത് അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ എന്തെങ്കിലും ഇൽനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ വാക്സിനേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പോ ഇപ്പം എല്ലാ ഹെൽത്ത് സെന്ററുകളും നമ്മളുടെ വീടിന്റെ അവിടെ പരിസരത്ത് നമ്മളുടെ പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവിടൊക്കെ ഇതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇനിയിപ്പം ഈ ഹെൽത്തില് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലല്ലാതെ ഒരുപാട് ബൂസ്റ്റേഴ്സ് വാക്സിനൊക്കെ പുറത്തും പ്രൈവറ്റിലും അവൈലബിൾ ആണ്. അപ്പൊ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു മോശം കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മള് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ലൈക്ക് പോളിയോ അങ്ങനെയുള്ളതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അതിനൊക്കെ ഒരു പിടി മുന്നേ നമ്മൾ അവർക്ക് അതിനുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് നല്ലതല്ലേ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് നല്ലതല്ലേ. അപ്പൊ നമ്മൾ ഈ വാക്സിനൊക്കെ ഇത്രയും അവൈലബിലിറ്റി ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ആരും അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഈ വാക്സിൻ എടുക്കുന്ന സമയത്ത് ജലദോഷം, പനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ള ഒരു സമയത്ത് നമ്മൾ വാക്സിൻ എടുക്കാൻ പാടില്ല. അത് ഗുണത്തെക്കാളേറെ നമുക്ക് ദോഷമായിരിക്കും ആ ടൈമിൽ കുഞ്ഞിന് ചെയ്യുന്നത്. പിന്നെ ഈ വാക്സിൻ എടുത്തതിന് ശേഷം കുട്ടിക്ക് ചെറിയ പനി, ചൂട് അതൊക്കെ വരും. അതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളെ, എന്നാലും ഞാനങ്ങ് പറയുക. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പം സിറപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനൊക്കെ നമ്മൾ പനിയൊക്കെ ഇതാക്കുക. അല്ലാതെ അപ്പൊ നമുക്ക് എന്റെ കുട്ടിക്ക് വാക്സിൻ എടുത്തോണ്ട് പനി വന്നു അതിന് നെക്സ്റ്റ് ടൈം ഞാൻ എടുക്കുന്നില്ല അങ്ങനൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് അഞ്ചേട്ടൻ കുഞ്ഞിന്റെ കൂടെ വാക്സിൻ എടുക്കാൻ വരുന്നത്. ആദ്യത്തെ ജനിച്ചു കഴിഞ്ഞപ്പോൾ BCG വാക്സിൻ മാത്രമേ അഞ്ചേട്ടൻ കൂടെ വന്നിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവൻ കരയുന്ന കണ്ടിട്ട് അഞ്ചേട്ടൻ പേടിയായിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. പിന്നെ സാധാരണ ഞാൻ, അമ്മ, ചേച്ചി അങ്ങനെ ആരെങ്കിലും ഒക്കെ കൂടെ പോവാ. ഞാൻ സ്ഥിരം പോയിട്ട് ഇവനെ ഇവൻ കരയുന്ന സമയത്ത് ഞാനും കരയല്, അതൊക്കെ തന്നെയാണ് എനിക്കും പണി. പക്ഷെ ഇപ്പൊ പിന്നെ അങ്ങനെ ആയി. കാരണം കുട്ടിക്ക് കുറച്ചും കൂടി ഒന്ന് അറിവായി വരുന്ന കാരണം നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഒന്നുകൂടെ അലമുറയിട്ട് കരയും. അത് കാരണം ഞാൻ പിന്നെ അതങ്ങ് നിർത്തിയിട്ടോ. വിഷമുണ്ടെങ്കിൽ കടിച്ചു പിടിച്ചിരിക്കും. ഇപ്രാവശ്യം അഞ്ചേട്ടൻ വാക്സിൻ എടുക്കാന്ന് കരുതിയിട്ട് അവനെ കൊണ്ട് കയറിയതാണ് കേട്ടോ. ആടിപ്പാടി പോയ ആള് ഏകദേശം റൂമൊക്കെ മനസ്സിലായപ്പോ ഒന്ന് കരഞ്ഞു തുടങ്ങി. അപ്പൊ ഇവൻ അത്ര കംഫർട്ട് ആയിരുന്നില്ല അഞ്ചേട്ടന്റെ കയ്യിൽ ഇരിക്കാൻ വേണ്ടി. കാരണം അഞ്ചേട്ടൻ ഫസ്റ്റ് ടൈം ആയ കാരണം കുഞ്ഞിനെ ഒരു പിടിച്ചിരുത്തേണ്ട ഒക്കെ ഒരു രീതി ഉണ്ടല്ലോ, അതൊന്നും അഞ്ചേട്ടൻ അറിയാത്ത കാരണം സിസ്റ്റർ പിന്നെ പറഞ്ഞു അഞ്ചേട്ടൻ എന്നാ പോയിട്ട് ഞാൻ വരാം, ഞാൻ അമ്മ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ അങ്ങോട്ട് ചിരിച്ച് ആടിപ്പാടി പോയ ആള് കരഞ്ഞു നിലവിളിച്ചാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പൊ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് അക്കുതാ ഇങ്ങനെ ഹാപ്പി ആയിട്ട് വന്നു. ആ ഒരു ടൈമിൽ ഒരു കരച്ചിലുണ്ടായിരുന്നെങ്കിലും പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും കാലൊക്കെ നീര് വെച്ചു ഒരു സീനൊക്കെ ആയായിരുന്നു.